നമസ്കാരം. 3 മണിക്കൂറുകൾ അടുക്കുംതോറും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഈ അവസാന നിമിഷങ്ങളിലും UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഒരു തരംഗം തന്നെ കേരളത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജനങ്ങളുടെ മനസ്സ് UDFന് നൽകിക്കഴിഞ്ഞു. അങ്ങനെ വേണം ചിന്തിക്കാൻ. സെഞ്ചുറി അടിക്കുമെന്നാണ് തോന്നുന്നത്. 100 സീറ്റ്, ചരിത്രത്തിലാദ്യമായി 100 സീറ്റുമായി UDF അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വ്യക്തമായ ലീഡുകൾ, ഈ 100 സീറ്റുകളിൽ വ്യക്തമായ ലീഡുകൾ തുടരുകയാണ്. ഇത് ഇനിയും അങ്ങോട്ട് നിലനിർത്തി പോയാൽ ഈ 100 സീറ്റിൽ വിജയിക്കും. ഈ 100 സീറ്റുമായി നിയമസഭയിൽ UDFന് വരാൻ സാധിക്കും. 99 സീറ്റായിരുന്നു LDFന്. ആ 99 മാറി ഇപ്പോൾ 100 സീറ്റുമായി UDF അധികാരത്തിലെത്തുന്ന ഒരു കാഴ്ചയാണ് കേരളം കാണാൻ പോകുന്നത്. നമുക്കറിയാം, പല മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ പല മന്ത്രിമാരും ഇപ്പോൾ പിന്നിലാണ്. ഏറ്റവും അതിശയിപ്പിക്കുന്നത്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, ധർമ്മടത്ത് പിണറായി വിജയൻ പോലും പിന്നിലാണ്. 2500 വോട്ടിന് മുകളിൽ പിന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടച്ചങ്കൻ പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ 16 മന്ത്രിമാർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ 16 മന്ത്രിമാർ പിന്നിൽ നിൽക്കുകയാണ്. മുന്നിൽ നിൽക്കുന്ന മന്ത്രിമാർ പോലും വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. ഏതായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ വ്യക്തമായ ചിത്രം ആ കാര്യത്തിൽ നമുക്ക് കിട്ടും. എത്ര മന്ത്രിമാർ വീണ്ടും ജയിച്ചു വന്നു എന്നുള്ളത്. പല മണ്ഡലങ്ങളിലും MLAമാർ നല്ല വികസനങ്ങൾ കാഴ്ചവെക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തിരുന്ന നല്ല MLAമാരായി കണക്കാക്കപ്പെട്ടിരുന്ന പലരും തോൽവിയുടെ രുചി അറിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയുടെ ഒരു ഒഴുക്ക്, അതാണ്. ആ ഒരു തരംഗം ആഞ്ഞടിച്ചത് കൊണ്ടാണ് അങ്ങനെ വരെ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു UDF തരംഗം വന്നിട്ടും ജയിക്കാത്ത UDF സ്ഥാനാർത്ഥികളുമുണ്ട്. അതാണ് ഏറെ ദയനീയം. ഇത്രയും ഒരു തരംഗം ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, കരകയറാത്ത UDF സ്ഥാനാർത്ഥികൾ. അതുപോലെ പല പ്രഗത്ഭരായ LDF MLAമാരും മന്ത്രിമാരും ഒക്കെ തോൽക്കുക എന്ന് പറയുന്നത് UDFന്റെ ഒരു തരംഗം കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവരുടെ വ്യക്തിപരമായ പോരായ്മകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വികസന പ്രവർത്തനത്തിൽ അവർ പിന്നിലായതുകൊണ്ടോ ഒന്നുമല്ല. തേനും പാലും ഒഴുക്കി കൊടുത്ത പല മണ്ഡലങ്ങളിലും മന്ത്രിമാർ പോലും MLAമാർ പോലും പിന്നിൽ പോകുന്നത് ഒരു UDF തരംഗം കൊണ്ട് മാത്രമാണ്. ജനം പിണറായി സർക്കാരിനെ വെറുത്തു എന്നുള്ളതാണ് നമ്മളിതിൽ കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് പല ഘടകങ്ങളുണ്ടാകാം. ഞാൻ ആ ഘടകങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരമാണ്. CPM അവസാന നിമിഷവും പറഞ്ഞു, ഇന്നലെ കൂടി CPM നേതാക്കൾ പറഞ്ഞു, ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് അവർ ഇന്നലെ കൂടി സാക്ഷ്യപ്പെടുത്തിയത്. പക്ഷെ അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് അത്ഭുതകരമായ ഒരു വിജയത്തിലേക്കാണ് UDF കടക്കുന്നത്. നമുക്ക് ഈ വിജയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഏതായാലും നമുക്ക് മണിക്കൂറുകൾ ഇനി അധികം വേണ്ട, 1-2 മണിക്കൂറുകൾ, ഏകദേശം ഒരു 12 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് പൂർണ്ണമായ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും വിജയം നമുക്ക് അറിയാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് പോകാം.